ഗൈസ്, ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ പ്രതിവിധി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ കാണുന്നത് പട്ടം ജംഗ്ഷനിൽ നിന്ന് പൊട്ടാക്കുഴി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ പട്ടം ജംഗ്ഷനിൽ നിന്ന് പൊട്ടക്കുഴി സിഗ്നലിന്റെ ആ ഭാഗത്തേക്ക് വരുന്ന റൂട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വാഹനം പാർക്ക് ചെയ്യുകയോ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് പോലീസിന്റെയോ MVDയുടെ കയ്യിൽ നിന്ന് പെറ്റി കിട്ടും. നോ പാർക്കിങ്ങിനുള്ള പെറ്റി കിട്ടും. എനിക്കും അതുപോലെ ഒരു പെറ്റി കിട്ടി. വൈദ്യുതി ഭവൻ, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്നതിന്റെ ഭാഗത്തേക്കാണ് ഞാൻ എന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അതായത് ഞാനൊരു ഹോസ്പിറ്റലിൽ ഓട്ടം വന്നതാണ്. വൈദ്യുതി ഭവന്റെ ഭാഗത്ത് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് റോഡ് നിയമങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളുടെ പേരിലോ 1 രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ എത്താൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഞാൻ കൃത്യമായി പാർക്ക് ചെയ്യുന്ന സമയത്ത് നോ പാർക്കിംഗ് ബോർഡുകൾ ഉണ്ടോ എന്ന് കൃത്യമായി നോക്കി തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ വണ്ടി എന്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോ പാർക്കിംഗ് ബോർഡ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി ധൈര്യമായി വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. പക്ഷെ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട്, അവിടെ ആയിട്ട് 1 2 ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടം വരെയാണെന്നുള്ളത് ആർക്കും കൃത്യതയില്ല. നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് 1.5 കിലോമീറ്റർ ഭാഗത്തേക്ക് നമ്മൾ ഇത് പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെന്ന് നമുക്കറിയത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റിയുടെ പല ഭാഗങ്ങളും, ട്രിവാൻഡ്രം സിറ്റിയുടെ പല ഭാഗങ്ങളും നോ പാർക്കിങ്ങിന്റെ പേരിൽ അനധികൃതമായി പെറ്റി അടിച്ചു കൂട്ടുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. അത് വേറെ ഒന്നുമല്ല, നോ പാർക്കിംഗ് എന്നൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ നോ പാർക്കിംഗ് എവിടം മുതൽ എവിടം വരെയാണെന്നുള്ളത് വണ്ടി പാർക്ക് ചെയ്യാൻ വരുന്നവർക്ക് കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഈ ബഹുമാനമുള്ള അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോ പാർക്കിംഗ് നിങ്ങൾ എവിടം വരെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും ബാരിക്കേഡുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ സിഗ്നലുകളോ നിങ്ങൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് ആരും വണ്ടി പാർക്ക് ചെയ്യില്ലല്ലോ. ഇത് നമ്മൾ ഒരു നോ പാർക്കിംഗ് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയോ ദൂരം മാറ്റി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നാലും നോ പാർക്കിങ്ങിന്റെ പേരിൽ നമുക്ക് പെറ്റി കിട്ടുന്നുണ്ട്. അതേ ഒരു അനുഭവമാണ് ഇന്ന് എനിക്കും ഉണ്ടായത്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ പട്ടം ജംഗ്ഷനിൽ നിന്ന് പൊട്ടക്കുഴി സിഗ്നൽ അതുവഴി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടുകളിൽ ആരെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. തൊട്ടടുത്താണ് പട്ടം പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. എന്റെ ഓട്ടോറിക്ഷയ്ക്കും കിട്ടിയ പെറ്റി എന്ന് പറഞ്ഞാൽ പോലീസ് ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ക്യാമറയിൽ എടുത്ത പെറ്റിയാണ്. അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആ ഭാഗത്തേക്ക് ആരെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് ഇന്ന് തന്നെ അങ്ങ് മാറ്റിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും.